എന്തുകൊണ്ടാണ് തണുപ്പ് കാലത്ത് കോടമഞ്ഞ് ഉണ്ടാകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ലളിതമായ ഒരു ശാസ്ത്രമുണ്ട്. നമ്മുടെ ഭൂമിയെ പുതപ്പിട്ട് മൂടിയതുപോലെ തോന്നിപ്പിക്കുന്ന കോടമഞ്ഞ് സത്യത്തിൽ നിലത്ത് തൊട്ട് നിൽക്കുന്ന ഒരു മേഘമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ലളിതമായി പറഞ്ഞുതരാം. നമുക്ക് ചുറ്റുമുള്ള വായുവിൽ എപ്പോഴും ചെറിയ അളവിൽ ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഇതിനെയാണ് നീരാവി എന്ന് വിളിക്കുന്നത്. വായുവിന് ചൂടുള്ളപ്പോൾ കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയും. രാത്രിയിലോ അതിരാവിലെയോ ഭൂമി തണുക്കുമ്പോൾ അതിനോട് ചേർന്നുള്ള വായുവും തണുക്കുന്നു. ചൂടുള്ള വായുവിനെപ്പോലെ തണുത്ത വായുവിന് നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. വായു ഒരു പരിധിയിൽ കൂടുതൽ തണുക്കുമ്പോൾ അതിൽ അധികമുള്ള നീരാവിക്ക് വാതകമായി തുടരാൻ കഴിയില്ല. അപ്പോൾ ആ നീരാവി വായുവിലെ പൊടിപടലങ്ങളുമായി ചേർന്ന് അതിസൂക്ഷ്മമായ ജലകണങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് ഘനീഭവിക്കൽ. ലക്ഷക്കണക്കിന് ഇത്തരം കുഞ്ഞു ജലകണങ്ങൾ വായുവിൽ ഒഴുകി നടക്കുമ്പോൾ കാഴ്ച മങ്ങുകയും നമ്മൾ അതിനെ കോടമഞ്ഞ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു തണുത്ത വെള്ളക്കുപ്പി പുറത്തെടുത്ത് വെക്കുമ്പോൾ അതിനു ചുറ്റും ജലകണങ്ങൾ കാണുന്നില്ലേ? ഏകദേശം അതുപോലെ തന്നെയാണ് കോടമഞ്ഞും ഉണ്ടാകുന്നത്. കൂടാതെ അന്തരീക്ഷത്തിലെ കാഴ്ച 1 കിലോമീറ്ററിൽ താഴെയാണെങ്കിലേ അതിനെ ശാസ്ത്രീയപരമായി ഫോഗ് അഥവാ കോടമഞ്ഞ് എന്ന് വിളിക്കൂ. കാഴ്ച അല്പം കൂടി വ്യക്തമാണെങ്കിൽ അതിനെ മിസ്റ്റ് അഥവാ മഞ്ഞ് എന്നാണ് പറയുക. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.